എളുപ്പത്തിൽ കുഞ്ഞിച്ചാള പീര വറ്റിച്ചത് തയ്യാറാക്കിയാലോ. ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, ചോറുണ്ണുമ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത് കഴിക്കുന്നതൊക്കെ കൂടി കാണിക്കണമെന്ന്. ആ സമയത്ത് എന്തോ ഭയങ്കര തിരക്കായിരിക്കും, ആരെങ്കിലുമൊക്കെ ആ സമയത്ത് ഉണ്ടാവും, അപ്പോൾ നടക്കാറില്ല. അപ്പോൾ അത് നമുക്ക് നല്ല പച്ച കുഞ്ഞിച്ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് വെട്ടി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കഷ്ണം കുടംപുളിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാവേ. ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരുന്ന സമയം വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഞാനിവിടെ അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചിരവിയെടുക്കാം. അരമുറി ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ, ഒരു 2 പിടി, ഇതുപോലെ 2 പിടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3-4 കഷ്ണം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, 1 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം, കുറച്ച് കാന്താരിമുളകാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒന്ന് ഒതുക്കിയെടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പും പുളിയൊക്കെ ഇട്ട് വറ്റിക്കാൻ വെച്ച് ചാളയുണ്ടല്ലോ, അതിൻ്റെ മേലിലേക്ക് നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പൊടിഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറുമ്പോഴത്തേക്കും ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആ വീഡിയോ എൻ്റെ ഇന്ന് സ്കിപ്പായിപ്പോയി. ഇനി നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, കഞ്ഞിയുടെ കൂടെയും നല്ലതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കാൻ മറന്നു പോകരുത്. വീണ്ടും കാണുന്നവരെയും അസ്സലാമ.